ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഫാൻഡം വാളറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഫാൻഡം വാളറ്റ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ ആപ്പ് സ്റ്റോർ ആയാലും പ്ലേ സ്റ്റോർ ആയാലും ജസ്റ്റ് പോയി ഫാൻഡം വാളറ്റ് സെർച്ച് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കയറിയാലും മതി. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ക്രിയേറ്റ് എ ന്യൂ വാൾട്ട് അല്ല ഇമ്പോർട്ടാണ് എക്സിസ്റ്റിംഗ് വാൾട്ട്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാൾട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ അതിന് മുമ്പ് ഈ വാൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലോട്ടൊന്ന് നിങ്ങളുടെ ആ പഴയ കോഡൊക്കെ അടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ വാൾട്ട് അടിച്ച് കഴിയുമ്പം നമുക്ക് ഡിവൈസ് ഒതൻറ്റിക്കേഷൻ ഓൺ ആക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിലൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ഫിംഗർ പ്രിൻ്റ് പാറ്റേൺ ആണ്, പാറ്റേൺ ഫേസ് ആണ്, ഫേസ് ഐ ഡി, അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ശരിക്കും നമുക്ക് ഇങ്ങനെ 12 അക്കത്തൊരു ഫേസ് കാണും. അതായത് ഇപ്പം നിങ്ങളുടെ ഈ അക്കൗണ്ട് ഇപ്പം ഫോണിൽ നിന്ന് പോയി നിങ്ങൾക്ക് വേറെ അക്കൗണ്ടോട്ട്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ HSC അക്കൗണ്ടോട്ട് കയറാൻ നേരത്ത് ഈ 12 കോഡായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഈ കോഡ് ചിലപ്പം ആദ്യത്തെ ഒരു 5 തൊട്ട് 10 വരെയുള്ള കോഡ് അടിക്കണം, അല്ല 5, 6 റാൻഡമായിട്ട് എവിടെയെങ്കിലൊക്കെ ചൂസ് ചെയ്ത് നമ്മളോട് പറയാം. അവിടെ ആ നമ്പർ വന്നേക്കുന്ന കോഡ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാലേ ഉള്ളൂ നമുക്ക് അത് അക്കൗണ്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അക്കൗണ്ട് പോയി. ഈ കോഡ് മറന്നാൽ പിന്നെ അക്കൗണ്ട് പോയി, പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അക്കൗണ്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടെലിഗ്രാമിൽ ഫോർവേഡ് മെസ്സേജ് വാങ്ങുമ്പോൾ സേവ്ഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനകത്തിട്ട് അങ്ങനെ പോകത്തൊന്നുമില്ല, അതിനകത്തിടാം. അതായിരിക്കും ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇടുന്നതായിരിക്കും ഏറ്റവും സേഫ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയാവുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് നീ സ്ക്രീൻഷോട്ട് എന്തായാലും എടുത്ത് നോക്കുക. ഒരിക്കലും കയ്യിൽ നിന്ന് പോകല്ലേ. നിങ്ങൾ ഇതിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് ഇതിൻ്റെ വാൾട്ടിനകത്ത് നമ്മളെ ഈ കോയിൻ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത ശേഷം ലാസ്റ്റ് ആരും ഇതായി പോകല്ലേ. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ജസ്റ്റ് ഐ ഹാവ് സേവ്ഡ് ദിസ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ് സംശയം പറഞ്ഞ് ഞാൻ ശ്രമിക്കുക. റിസർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു വെച്ചാൽ നീ ഒന്ന് എഗ്രി ചെയ്തിട്ട് സ്റ്റാർട്ട് അടിച്ച് പിന്നെ പഴയതുപോലെ തന്നെ പാസ്വേഡ് ഒന്നുകൂടെ അയച്ച് കഴിയുമ്പോൾ ഈ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾട്ട് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാൻഡം വാൾട്ട്, സൊളാണോ വാൾട്ട് ഉണ്ട്, എത്തേരിയം വാൾട്ട് ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, പോളിഗോൺ ഉണ്ട്. നമുക്ക് സാധാരണ പൊതുവെ വരാൻ ചാൻസ് ഉള്ള സൊളാണോ എത്തേരിയം മാത്രമാണ്. പിന്നെ പോളിഗോൺ. ബിറ്റ് കോയിൻ നമുക്കങ്ങനെ വരുന്നില്ല. ബിറ്റ് കോയിൻ ആവശ്യം നമുക്ക് ഈ കോയിൻ്റെ ഇപ്പോൾ വരുന്നില്ല. പക്ഷെ ഞാൻ നോക്കി കഴിയുമ്പോൾ അക്കൗണ്ട് 1 നമുക്ക് അക്കൗണ്ട് 1 അത് മാറ്റി അക്കൗണ്ട് 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെ ചെയ്യാം. അക്കൗണ്ട് അഡ്രസ്സ് എടുത്ത് കഴിയുമ്പം ഈ അക്കൗണ്ടിൽ ഏതൊക്കെ അഡ്രസ്സാണ് ഇതിനകത്ത് ഓരോ അഡ്രസ്സ് ഉണ്ട് കേട്ടോ. സൊളാണോ വാൾട്ടിന് തന്നെ ഒരു അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് QR കോഡ് കാണിച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഫാൻഡം വാൾട്ടിനകത്തോട്ട് നമുക്ക് ആ കോയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ഈ ആപ്പിൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇപ്പോഴും ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് കോയിൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴേ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് എന്തായാലും ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാം ഞാൻ അങ്ങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.